അഗ്രികൾച്ചർ ഓഫീസറുടെ കോഴ്സിലെ പ്ലാന്റ് പത്തോളജിയിലെ ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും മുന്നേ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തവരായിരിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞ ഫാം അസിസ്റ്റന്റ് ആയാലും അതേപോലെ അതിനു മുന്നേ അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, പിന്നെ ഹോർട്ടിക്കൾച്ചർ ഇൻസ്ട്രക്ടർ, ഏതെങ്കിലുമൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും കൂടുതൽ പേരും. അപ്പൊ എല്ലാവർക്കും ഇപ്പത്തെ ഒരു എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നല്ല ബുദ്ധിമുട്ടായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് UG BSc അഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാംസ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റും പിന്നെ ഹോർട്ടിക്കൾച്ചർ ഇൻസ്ട്രക്ടറും ഒക്കെ ഭേദമായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ബാക്കി എല്ലാ എക്സാംസും ഒരു കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസർ എക്സാം തൊട്ട് പിന്നീട് BSc അഗ്രി ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്ന എല്ലാ PSc എക്സാംസും നല്ല ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ് പത്തോളജി പറയും വേണ്ട, അതിനേക്കാൾ ലെവൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ബേസ് ആദ്യം ക്ലിയർ ചെയ്ത് പോണം. എന്നിട്ട് കുറച്ചും കൂടി ആരും ഒരാൾ കൈ ഇതാക്കുന്നുണ്ടല്ലോ. പ്രീതി PS പറയുന്ന കേൾക്കുന്നില്ലേ? ഓക്കെ, എന്തോ കൺഫ്യൂഷൻ ആയത് തോന്നുന്നു. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, ഫസ്റ്റ് നമ്മുടെ ബേസ് സാധാരണ പഠിക്കുന്ന പോലത്തെ ഒരു ബേസ് ഉണ്ടാക്കണം. അല്ല, ഇപ്പോ ഒരു ബേസിക് സിലബസ് എന്തായെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഓർഗാനിസത്തിലേക്കാണ്. ഫംഗസിന്റെ അതിൽ മോർഫോളജി വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, റീപ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്പേഴ്സൽ ആൻഡ് സർവൈവൽ. അപ്പോ നമുക്ക് അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ പോർഷൻസ് എല്ലാം ടച്ച് ചെയ്തിട്ട് തന്നെ പോകണം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം കേട്ടോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാത്തജൻസ്? ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ, ഫാസ്റ്റീഡിയസ് വാസ്കുലാർ ബാക്ടീരിയ. കഴിഞ്ഞ ഫാം അസിസ്റ്റന്റിന്റെ എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഏത് അതിന് എക്സാമ്പിൾ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? പിന്നെ മോളിക്യൂൾസ്, നമ്മുടെ സെൽ വോൾ ഇല്ലാത്ത പ്രൊക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, ഫൈറ്റോപ്ലാസ്മയും സ്പൈറോപ്ലാസ്മയും ഒക്കെ പോലെ. പിന്നെ ഏതൊക്കെയാ? സെല്ലുലാറ എന്ന് പറയുന്ന നമ്മുടെ വൈറസ്, വൈറസിനേക്കാളും കുറച്ചും കൂടി ചെറിയ വൈറോയിഡ്സ്, പിന്നെ ആൽഗെ, പ്രോട്ടോസോവ, നെമറ്റോഡ്സ് ആൻഡ് ഫെനറോഗാമിക് പാരസൈറ്റ്സ്. ഇതിലെ നെമറ്റോഡ്സ് ഉള്ള സെക്ഷൻ ഞാൻ പഠിപ്പിക്കില്ല, അത് നിങ്ങൾക്ക് എൻഡമോളജിയിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ഓർഗാനിസംസും നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ഓരോ ഓർഗാനിസംസും ബേസിക് ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അതൊന്ന് ക്വസ്റ്റ്യൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ചോദിക്കണം നിർബന്ധമല്ല. ഫംഗസിന്റെയും ബാക്ടീരിയന്റെ ഒക്കെ മേ ബി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. വളരെ നമുക്ക് മറന്നു പോകാൻ പറ്റുന്ന ഒന്നല്ല, എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്താണ് ഫാസ്റ്റീഡിയസ് വാസ്കുലാർ ബാക്ടീരിയ, ഫൈറ്റോപ്ലാസ്മയും സ്പൈറോപ്ലാസ്മയും തമ്മിലെ വ്യത്യാസം എന്താണ്, വൈറസ്, വൈറോയിഡ്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഡെഫിനിഷൻ ലെവലും പഠിച്ചിരിക്കണം, എക്സാമ്പിൾ ലെവലും പഠിച്ചിരിക്കണം. ഞാനിപ്പോ അടുത്ത് വന്ന ഫാം അസിസ്റ്റന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, ഫാസ്റ്റീഡിയസ് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ ഏതായിരുന്നു എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ അതിൽ സിട്രസ് ഗ്രേപ്സിലെ പിയേഴ്സ് ഡിസീസ്, അത് ഫാസ്റ്റീഡിയസ് വാസ്കുലാർ ബാക്ടീരിയ ആണ്, പക്ഷെ അത് സൈലം ഇൻഹാബിറ്റിംഗ് ആയിരുന്നു കോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിട്രസ് വാരിഗേറ്റഡ് ക്ലോറോസിസ്, അതും ഫാസ്റ്റീഡിയസ് ഫ്ലോയം ഇൻഹാബിറ്റിംഗ് ബാക്ടീരിയ അല്ല, ഫാസ്റ്റീഡിയസ് ഗ്രൂപ്പിൽ വരുന്ന ആളല്ല. സിട്രസ് ഗ്രീനിങ് ആൻഡ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, അതായിരുന്നു ആൻസർ. ഓക്കെ, ബഞ്ചി ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വൈറസിനോട് ഒരു സാമ്യം തോന്നി വൈറസ് ആണെന്ന് കരുതും. പക്ഷെ പപ്പായയില് ബഞ്ചി ടോപ്പും സിട്രസ് ഗ്രീനിങ് കാൻഡിഡേറ്റ് ലിബറോബാക്ടർ ഏഷ്യാറ്റിക്കസ് അല്ലെ, സിട്രസ് ഗ്രീനിങ് ഉണ്ടാക്കുന്ന കോസ്റ്റൽ ഓർഗാനിസം ആണ്. ഇത് രണ്ടുമായിരുന്നു ഫാസ്റ്റീഡിയസ് ഫ്ലോയം ലിമിറ്റിംഗ് ബാക്ടീരിയ. ആസ്റ്റർ യെല്ലോസ്, ലീതൽ യെല്ലോയിങ് ഒക്കെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ആണ്. സിട്രസ് സ്റ്റബോണും കോൺസ്റ്റണ്ട് ഒക്കെ ഏതായിരുന്നു? സ്പൈറോപ്ലാസ്മ ഡിസീസസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോ ഓപ്ഷൻസിലും വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെ ഗ്രൂപ്പാന്ന് അറിയണം, എന്നാലേ കാര്യമുള്ളൂ. നമ്മൾ അതിന്റെ ഒക്കെ ഓരോ പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് പഠിക്കും. എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. അത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് റൈസിലെ വൈറൽ ഡിസീസ്, റൈസിലെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ്, സ്പൈറോപ്ലാസ്മ ഡിസീസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം സ്പൈറോപ്ലാസ്മയുടെ എക്സാമ്പിൾസ്, ഫൈറ്റോപ്ലാസ്മയിലെ എക്സാമ്പിൾസ്, വൈറസിന്റെ, വൈറോയിഡിന്റെ, ഇപ്പൊ പറഞ്ഞ ഫാസ്റ്റീഡിയസ് വാസ്കുലാർ ബാക്ടീരിയന്റെ ഓരോന്നിന്റെ താഴെ വരുന്ന എക്സാമ്പിൾസ് കമ്പൽസറി പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് മൈക്കോളജിയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ബേസിക്സ് ഓഫ് മൈക്കോളജി ആണ്. അപ്പൊ അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീക്ക് ടേം എന്നാണ്. മൈക്കസ് മീനിങ് മഷ്റൂം ആൻഡ് ലോഗോസ് മീനിങ് ഡിസ്കോസ്. ഓക്കെ,
പിന്നെ മൈക്കോളജി എന്നുള്ള വേർഡ് മീനിങ് എന്താണ്? സ്റ്റഡി ഓഫ് മഷ്റൂംസ് എന്നാണ്. അപ്പൊ മഷ്റൂം എന്താണ്? ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ് അല്ലെ. അപ്പൊ ഈ ഫംഗസ് എന്നുള്ള വേർഡ് വന്നിരിക്കുന്നതും മൈക്കസ് എന്നുള്ള വേർഡ് വന്നിരിക്കുന്ന ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്തിനാ? മഷ്റൂമിനെയാണ്. ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ഒരു ഫംഗൽ ഓർഗാനിസം മഷ്റൂം ആയതുകൊണ്ട് കൺസ്യൂം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ മഷ്റൂം എന്നുള്ള വേർഡ് പഠിക്കുമ്പോൾ തന്നെ ഓർത്ത് വെക്കണം, രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പഠിക്കണം മഷ്റൂം. ഒന്ന് എഡിബിൾ ആണ്, മറ്റത് പോയിസണസ് ആണ്. അപ്പൊ പോയിസണസ് മഷ്റൂമിന് കോമൺ ആയിട്ട് എന്താ വിളിക്കുക? ടോഡ്സ്റ്റൂൾ എന്നാണ് വിളിക്കുക. ടൊഡസ്റ്റൽ എന്നുള്ള ഒരു ടേം എന്നാണ് വന്നിരിക്കുന്നത്. ടൊഡസ്റ്റൽ മീനിങ് ഡെത്ത് ചെയർ. കണക്ട് ചെയ്യുന്ന ടേംസ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഓർത്ത് വെക്കുക. പോയിസണസ് മഷ്റൂമിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് അമാനിറ്റ ഗ്രൂപ്പ്, അമാനിറ്റ ഫാലോയിഡസ് എന്നൊക്കെ. ഇതും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു പോയിസണസ് മഷ്റൂം അല്ലെങ്കിൽ എഡിബിൾ അല്ലാത്ത മഷ്റൂം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയായാലും മൈക്കോളജി, ഫംഗസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് മൈക്കോളജി. ഈ മൈക്കോളജി ആയിക്കോട്ടെ ഫംഗസ് ആയിക്കോട്ടെ ഒക്കെ ഉദ്ദേശിക്കുന്ന മഷ്റൂമിനെയാണ്. മഷ്റൂം എന്താണ്, ടൊഡസ്റ്റൽ എന്താണ്, അതിന്റെ പറ്റിയൊരു എക്സാമ്പിൾ. ഓക്കെ, ഇനി എഡിബിൾ മഷ്റൂമിന്റെ എക്സാമ്പിൾസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണേ. ഏതൊക്കെയായിരിക്കും? അഗാരിക്കസ് ഉണ്ട്, പ്ലൂറോട്ടസ്, വോൾവേറിയല്ല, കാലോസൈബെ, ഗാനോഡർമ അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന മഷ്റൂംസ്. മഷ്റൂമിന് വേണ്ടി ഒരു സ്പെഷ്യൽ സെക്ഷൻ പറയൂ കേട്ടോ. നമുക്ക് POPയിലും ചില രണ്ട് മഷ്റൂമിന്റെ പ്രൊഡക്ഷൻ ടെക്നോളജി കൊടുത്തത് കൊണ്ട് ആ ഒരു ഏരിയ വേറെ തന്നെ പറയും. ഇത് കമ്പൽസറി അറിഞ്ഞിരിക്കേണ്ടത് ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ. അഗാരിക്കസ് ഏതായിരുന്നു? ബട്ടൺ മഷ്റൂം. പ്ലൂറോട്ടസ് ഓയിസ്റ്റർ, അതാണ് കമ്പോസ്റ്റിങ്ങിന് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്, അത് ഓർത്തേക്കണേ. പിന്നെ വോൾവേറിയല്ല പാഡിസ്ട്രോ, കാലോസൈബെ മിൽക്കി മഷ്റൂം. ഗാനോഡർമ ഒരു പാത്തജനും ആണ്, എന്ന ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ മഷ്റൂമും ആണ് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും മരത്തടിയിലൊക്കെ കാണുന്ന ആ ഒരു ബ്രൗൺ കളർ തിങ്. അതിന് ഒരു കോമൺ നെയിം ആണ് ഋഷി. അപ്പൊ ഇതിലെ പ്ലൂറോട്ടസിന്റെയും കാലോസൈബേന്റെയും വെറൈറ്റി നെയിം POPയിൽ മെൻഷൻ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അനന്തനും പിന്നെ ഭീമയും. ഓക്കെ, കാലോസൈബേന്റെ ഭീമ, പ്ലൂറോട്ടസിന്റെ അനന്തൻ. അപ്പൊ രണ്ടും ഓർത്ത് വെക്കണേ. ഇതൊന്നും കണ്ടാൽ മനസ്സിലാവും നമ്മൾ കഴിക്കുന്ന നോർമലി കൺസ്യൂം ചെയ്യുന്ന മിക്ക മഷ്റൂമും ഏത് ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ബസീഡിയോമൈക്കോട്ട എന്നുള്ള ഫൈലത്തിലാണ് വരുന്നത് അല്ലെ. എന്നാൽ എല്ലാ മഷ്റൂമും ബസീഡിയോമൈക്കോട്ടയിലാണോ വരുന്നത്? നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ മഷ്റൂമും ബസീഡിയോമൈക്കോട്ടയിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട്. കാരണം ചില മെമ്പേഴ്സ് ആസ്കോമൈക്കോട്ടയിലും കാണും. അതിന്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കോഡിസെപ്സ്, മോർഷെല്ല, ട്യൂബർ. ഇത് മൂന്നും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിക്കുന്ന മഷ്റൂം അല്ല. കോഡിസെപ്സ് എന്നൊക്കെ ഹിമാലയൻ ഫംഗസ്, കാറ്റർപില്ലർ മഷ്റൂം, സോംബി ഫംഗസ് എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. ഒരു ഇൻസെക്റ്റിനെ പാരസൈറ്റ് ചെയ്ത് വളരുന്ന ഒരു മഷ്റൂമാണ് കേട്ടോ. മോർഷെല്ല എന്ന് പറയുന്നത് മോറൽസ്, ടർബൻ മഷ്റൂം എന്നൊക്കെ വിളിക്കും. ട്യൂബർ എന്ന് പറയുന്ന വേറെ ഗ്രൂപ്പാണ്, ട്രഫിൾസ് എന്ന് വിളിക്കും. ഇതൊക്കെ എന്താണ്? ഒരു ഹിമാലയൻ റീജിയൻസിലൊക്കെ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള കുറച്ച് റീജിയൻസിലെല്ലാം നാച്ചുറലി കാണുന്നതാണ്. ഇവരെ നമ്മൾ നോർമലി കൾട്ടിവേറ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും? ഹണ്ട് ചെയ്തിട്ടോ അങ്ങനെ പോയി കളക്ട് ചെയ്തിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. വളരെ കോസ്റ്റ്ലി ആണ്. ഒരുപാട് ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ക്യുസീനിലെല്ലാം ഫ്ലേവർ ആഡ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരുപാട് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ടൈപ്പ് ഓഫ് മഷ്റൂം ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിന്റെ സയന്റിഫിക് നെയിം PSC എക്സാം ഒക്കെ കുറച്ച് ഈസി ആയിരുന്ന കാലത്ത് വളരെ എളുപ്പത്തിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്കത് എക്സ്പെക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പത്തെ ഒരു ടഫ് ലെവൽ വെച്ചിട്ട്, എന്ന് വെച്ചാൽ അറിയാതെ പോകാനും പറ്റില്ല. ഓർത്ത് വെക്കുക, വളരെ ഈസി പോർഷൻ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, മോസ്റ്റ് ഓഫ് ദ ബസിഡിയോയിലാണ്. എന്നാൽ ചില എഡിബിൾ മഷ്റൂം ഏതിലുണ്ട്? ആസ്കോലും ഉണ്ട്. ഇപ്പൊ കോഡിസെപ്സ് എന്നുള്ള ടേം ഒക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ കേട്ടോ. കാരണം കേരളത്തിൽ ഇപ്പോ കോഡിസെപ്സിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുണ്ട്. PG PhD റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അത് റിലേറ്റ് ചെയ്തൊക്കെ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, കാറ്റർപില്ലർ മഷ്റൂം, സോംബി മഷ്റൂം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിനെയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മഷ്റൂമിനെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഇതായി നമുക്ക് എന്താ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ, ഫംഗസിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മോർഫോളജി, അവരുടെ റീപ്രൊഡക്ഷൻ ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ആ ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത് നോക്കാം. മൊത്തം നമ്മൾ ഫംഗസ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിനെയും കൂടി നമ്മൾ ഒരു 3 ഗ്രൂപ്പിലാക്കി തിരിക്കുന്നുണ്ട്. ഓക്കെ, കിങ്ഡം പ്രോട്ടോസോവ, കിങ്ഡം ക്രോമിസ്റ്റ ആൻഡ് കിങ്ഡം ഫംഗൈ.
മൂന്ന് ഗ്രൂപ്പായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും. ഒന്നിനെ മാത്രം നമ്മൾ കിങ്ഡം ഓഫ് ഫംഗൈ എന്ന് വിളിച്ചു, ബാക്കി രണ്ടിനും വേറെ വേറെ പേര് അല്ലെ. അപ്പൊ ട്രൂ